നമസ്കാരം. പാലക്കാട് എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാല സംബന്ധിച്ച് വിവാദം നുരഞ്ഞു പൊന്തുകയാണ്. കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങളെന്ന് ഇന്നലെ ആരോപിച്ച മന്ത്രി എം പി രാജേഷിന് മറുപടിയുമായി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് രംഗത്തെത്തി. ഡൽഹി മദ്യനയ അഴിമതി കേസ് പ്രതിയായ BRS നേതാവ് കെ കവിത കേരളത്തിലെത്തിയെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. അവർ എവിടെ താമസിച്ചുവെന്ന് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കർണാടകയിലെ സ്പിരിറ്റ് രാജാക്കന്മാരുമായി മുൻ പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയെന്ന് എം പി രാജേഷും ആരോപിച്ചിരുന്നു. CPIക്ക് പിന്നാലെ ബ്രൂവറി അനുമതിക്കെതിരെ RJDയും കലാപക്കൊടി ഉയർത്തിയിരിക്കുക. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ M പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP, ശ്രീ വർഗീസ് ജോർജ് RJD എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ഡൽഹി മദ്യനയ അഴിമതി എന്ന് പറയുന്നത് ഡൽഹിയിൽ മദ്യനയം രൂപീകരിച്ചത് ചില സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി പണം വാങ്ങിയാണ് എന്നുള്ളതാണ്. ആ കേസിൽ ഉൾപ്പെട്ട് ED നടപടി നേരിട്ട് ED സ്വത്ത് കണ്ടെത്തിയ മദ്യ വ്യവസായികളിൽ ഒരാളാണ് ഗൗതം മൽഹോത്ര. ആ മൽഹോത്രയുടെ കമ്പനിയാണ് ഒയാസിസ്. ആ ഒയാസിസ് ആണ് കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ ഈ കമ്പനി സ്ഥാപിക്കാൻ പോകുന്നത്. ആ കമ്പനിക്കാണ് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു സർക്കാരിനെ പണം നൽകി സ്വാധീനിച്ച കമ്പനിക്ക് അനുകൂലമായി മദ്യനയം എഴുതിച്ചു എന്ന ആരോപണം നേരിടുന്ന കമ്പനി തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് വരുമ്പോൾ ആരോപണം സ്വാഭാവികമല്ലേ? ഇവിടെയും അങ്ങനെ ആയിരിക്കും എന്ന് പ്രതിപക്ഷത്തിന് ആരോപിച്ചുകൂടെ? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അവയെല്ലാം ചീറ്റിപ്പോയൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാനാവുക എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഇവിടെ കവിത വന്നു, എവിടെ താമസിക്കുമെന്ന് അന്വേഷിക്കണം എന്നെല്ലാമുള്ള പുതിയ കാര്യം. ഇവിടെ നിങ്ങൾ ഗൗരവമായി കാണേണ്ടത് ഈ പറയുന്ന കമ്പനിക്കുള്ള അനുമതി ഒരു ദിവസം പെട്ടെന്ന് കൊടുത്തിരിക്കുന്ന ഒന്നല്ല. ഇത് കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിച്ച മദ്യനയത്തിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കേരളത്തിലെ ഗവൺമെൻറ് ഈ വിഷയം സംബന്ധിച്ച് നേരത്തെ 2022-23 മദ്യനയത്തിലും 23-24 മദ്യനയത്തിലും ഈ കാര്യങ്ങൾ സംബന്ധിച്ച നിലപാടെന്താണ് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള നയത്തിൽ ഈ കാര്യം, അതായത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ അനുമതി നൽകും എന്ന് പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. 2022 ഈ കമ്പനി ആദ്യമായി ഇങ്ങനെ ഒരു അനുമതി ചോദിച്ചു വരുന്നത്. അന്ന് അനുമതി നൽകാൻ സാധിക്കുമായിരുന്നില്ല, ഇതുപോലെ പ്രാരംഭ അനുമതി കൊടുക്കാൻ പറ്റുമായിരുന്നില്ല, കാരണം അത് കേരളത്തിന്റെ പോളിസിക്ക് വിരുദ്ധമായിരുന്നു. അപ്പോൾ ഈ കമ്പനി വരുന്നു. ഈ കമ്പനി വന്നതിന് ശേഷം അടുത്ത തുടർച്ചയായ 2 വർഷങ്ങളിലെ മദ്യനയത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് വേണ്ടി മദ്യനയം ഉണ്ടാക്കിയെന്ന്. അതാണ് ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം എന്തു ഭരണകാര്യവും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുക സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ 8 കൊല്ലക്കാലമായി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പുതിയ പദ്ധതിയിൽ അഴിമതി ആക്ഷേപം ഉന്നയിക്കാതെ UDF നിന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഒരു കാര്യവും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനാണല്ലോ ഈ കേരളത്തിലെ പ്രതിപക്ഷം. ഇതുവരെ വന്നിരിക്കുന്ന പുതിയ വികസന കാര്യങ്ങളെല്ലാം അതേതാവട്ടെ, AI ക്യാമറയാവട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിരിക്കുന്ന NH ആവട്ടെ, അതുപോലെ തന്നെ റെയിലുമായി ബന്ധപ്പെട്ട വികസന പരിപാടികളാവട്ടെ, അതുപോലെ K-ഫോൺ ആവട്ടെ, ലൈഫാവട്ടെ, ഏത് പദ്ധതി മുന്നോട്ടേക്ക് വന്നാലും അതെല്ലാം തന്നെ ഇവിടെ കേരളത്തിൽ അഴിമതിക്കാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണല്ലോ ഐക്യജനാധിപത്യ മുന്നണി 8 കൊല്ലക്കാലം എടുത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ആവർത്തനമല്ലാതെ എന്തു കാര്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കേരളത്തിൽ ഒരു കൊല്ലം ഈ വിദേശ സ്ഥലങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ ഫലമായിട്ട് കേരളം ചെലവഴിക്കുന്ന സംഖ്യ എത്രയാണ് എന്നുള്ളത് ഇതിനകം തന്നെ കേരള ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് 3000 കോടിയുടെ കേരളത്തിൽ പ്രതിവർഷം കേരളത്തിന് പുറത്തേക്ക് ENAക്ക് വേണ്ടി മാത്രമായിട്ട് 3000 കോടി ഉറുപ്പിക പുറത്തേക്ക് ഒഴുകുന്നു. 4200 കോടിയുടെ ബിസിനസ്സിലേക്ക് ഇത് 2030 എത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സ്പിരിറ്റും ENAയും എല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ്. അവ കൈകാര്യം ചെയ്യുന്നത് നേരത്തെ വ്യക്തമാക്കപ്പെട്ടതുപോലെ കർണാടകത്തിലെ മഹിളാ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ നേതാവ്, അവിടുത്തെ മന്ത്രി, അവരെല്ലാം ഉൾപ്പെടെയുള്ള ആളുകളാണ്. എന്തുകൊണ്ട് ഒയാസിസ് എന്ന ചോദ്യം ആണ് നമ്മൾ ആദ്യമായി ഉന്നയിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിന് കോൺഗ്രസിന്റെ കൂടി വിശദീകരണം ചോദിക്കേണ്ടതുണ്ടല്ലോ. ശ്രീ ജിൻഡോ ജോൺ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. പണം കിട്ടുക എന്നുള്ളതാണ് പ്രധാനമെന്ന് പറയുന്നു. എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഈ അഴിമതി ആരോപണം ഉന്നയിക്കാൻ, ആ ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടോ? പ്രതിപക്ഷ നേതാവ്
ഇതാ രേഖ എന്ന് പറഞ്ഞ് പബ്ലിക് ഡൊമൈനിലുള്ള 16-ാം തീയതി ജനുവരി 16-ാം തീയതി സർക്കാർ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു രേഖ എടുത്ത് കഴിഞ്ഞ ദിവസം വീശുന്നത് കണ്ടു. അത് മന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുന്നത് കണ്ടു. ഇന്നിപ്പോൾ കെ കവിത വന്നു എന്നുള്ളതാണ് ആരോപണം. കെ കവിതയെയും ഈ ഡീലിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്ത് കാര്യമാണുള്ളത്? ഇങ്ങനെ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ള പോളിസിയിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? അല്ല അഭിലാഷേ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖ മുൻപ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. ആ രേഖ പ്രകാരം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ രേഖ പ്രകാരം മറ്റു വകുപ്പുകളൊന്നും അറിയാതെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഇത് ഈ മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ശുപാർശയിലേക്ക് കടക്കുന്നത് അല്ലേ? അത് നമുക്ക് വ്യക്തമാണല്ലോ. വെബ്സൈറ്റിൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ തർക്കം. ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, ജലവിഭവ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇങ്ങനെ 4 വകുപ്പുകളുമായിട്ട് കൂടിയാലോചന നടത്താതെയാണ് ഈ ഒയാസിസ് കമ്പനിക്ക് പ്രാഥമിക ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തതെന്ന് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അക്കാര്യത്തിൽ തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒന്ന് മന്ത്രിമാർ തന്നെ വിശദീകരിച്ചു, അങ്ങനെ മറ്റ് വകുപ്പുകൾ ഇപ്പോ ഇതിൽ ഈ പറഞ്ഞ ഫയലുകൾ മറ്റു വകുപ്പുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ രൂപീകരിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാരംഭാനുമതി കൊടുത്തു, മറ്റനുമതികൾ ഈ പ്രാരംഭാനുമതി കിട്ടിയ കമ്പനി വാങ്ങുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. ഇതിലൊക്കെ എന്ത് ആനക്കാര്യമാണുള്ളത്? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അഴിമതി ഉണ്ട് എന്ന് ആരോപിക്കാൻ, ആ അഴിമതി ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തുണ്ട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ? അല്ല അഭിലാഷ്, ഇതിൽ ഒരു പ്രശ്നമുള്ളത്, ഇവർ കുറേ കാര്യം പറഞ്ഞല്ലോ. നയം, LDF സർക്കാരിൻ്റെ നയം എന്നാണ് ഈ പ്രകാശം മാസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞത്. LDF സർക്കാരിൻ്റെ നയം മദ്യ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ നയത്തോടുള്ള വഞ്ചനയാണ്. അപ്പോൾ ആദ്യത്തെ നയവഞ്ചന അവിടെ രേഖപ്പെടുത്തപ്പെട്ടു. ഇനി രണ്ടാമത്തത്, നിങ്ങളുടെ നയം എന്താണ്? നിങ്ങളുടെ നയപ്രകാരം കേരളത്തിലെ ഡിസ്റ്റിലറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും കമ്പനിക്ക് ലൈസൻസിന് അപേക്ഷിക്കണമെങ്കിൽ എത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെ കണ്ടീഷൻസ് പാലിക്കപ്പെടണം? അവരുടെ യോഗ്യത എന്താണ്? എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടുണ്ടോ? നിങ്ങൾ നയമാറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ ഒരു നയമാറ്റം LDF സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് വന്ന മാറ്റമാണെങ്കിൽ ഈ ഫയൽ കിട്ടി പിന്നെ എന്തിനാ മാസങ്ങളോളം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്ത് ആ ഫയൽ വെച്ചത്? അപ്പോൾ നിങ്ങൾ പറയുന്നു മദ്യത്തിന്റെ ഉൽപ്പാദനം പ്രാദേശികമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ കേരളത്തിലെ മലബാർ ഡിസ്റ്റിലറി അടക്കമുള്ള കമ്പനികൾക്ക് 4 വർഷമായിട്ട് കൃത്യമായിട്ട് വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ അവർ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിൽ തദ്ദേശീയമായിട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. അപ്പോൾ മദ്യത്തിന്റെ പ്രൊഡക്ഷൻ തദ്ദേശീയമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി അടുത്തത്, അവിടെ നിന്ന് എത്തനോൾ കൊണ്ടുവരുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ടാക്സ് പിടിക്കുന്നില്ല, GST ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇന്ന് പുറത്തു വന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറുപടിയില്ല. അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ LDFന്റെ പ്രതിനിധികളും മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താ? കേരളത്തിൽ ഹൈക്കോടതിയുടെ പോലും വിധിയുണ്ട്. കേരളത്തിലെ മദ്യ വിൽപ്പനയിൽ മദ്യശാലകളുടെയൊക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം, മദ്യ നിർമ്മാണത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നൊക്കെ. കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ മഴ നനയാതെ നിന്ന് മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യമെങ്കിലും നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പരിപാടി അല്ലാതെ മദ്യ നിർമ്മാണവും രണ്ട് കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊക്കെ വരാം. BJPയുടെ ടേക്ക് കൂടി അറിയട്ടെ. അല്ല അഭിലാഷ്, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി അഭിലാഷ്, ഒരു കാര്യം കൂടി. 2023-24 മദ്യനയത്തിൽ ഇവരെന്താ പറയുന്നത്? ഇവർ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി കൊടുക്കുന്നു പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കാനായിട്ടുള്ള മറ്റേ തദ്ദേശീയമായിട്ടുള്ള കാർഷിക വിള ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് അനുമതി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ഒയാസിസ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ലൈസൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ്. ബോട്ട്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിറ്റ് കൊണ്ടുവന്ന് മദ്യമാക്കി മാറ്റി അതിന്റെ അസംസ്കൃത വസ്തു എന്താ? വെള്ളമാണ്, പച്ചവെള്ളമല്ലേ? അപ്പൊ ഈ വെള്ളം എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കും കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് കിൻഫ്ര വഴി വെള്ളം കൊടുക്കുമെന്ന. കിൻഫ്രയുടെ വെള്ളം എങ്ങനെയാണ് കൊടുക്കുന്നത്? അവിടുത്തെ വ്യവസായശാലകൾക്ക് കൊടുക്കാൻ മാത്രമേ അത് പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ പറയും മലമ്പുഴ ഡാമിലെ വെള്ളം എടുക്കുന്നു പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധിയുണ്ട് മലമ്പുഴ ഡാമിലെ വെള്ളം എടുക്കാൻ പാടില്ല എന്ന്. 10 MLD ജലം കിൻഫ്രയ്ക്ക് വേണ്ടി മലമ്പുഴ പദ്ധതിയിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. 10 MLD ആണ് കിൻഫ്രയ്ക്ക് കൊടുക്കേണ്ട വെള്ളം. ഇവിടെ 0.5 ദശലക്ഷം ലിറ്റർ മാത്രമേ, 0.5 MLD മാത്രമേ ഈ വ്യവസായത്തിന് വേണ്ടതുള്ളൂ. മൊത്തം മലമ്പുഴ ഡാമിന്റെ 2,23 ദശലക്ഷം ലിറ്റർ ശേഷിയെക്കുറിച്ചും, പിന്നെ എത്ര ജലം ഇപ്പോൾ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നു, എത്ര ജലം കാർഷിക പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നു, എത്ര ജലം മിച്ചമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രി ഇന്നലെ വിശദീകരിച്ചല്ലോ. ജലത്തിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ TP ജയചന്ദ്രൻ, എന്താണ് ഇക്കാര്യത്തിലെ BJPയുടെ പൊസിഷൻ? ഈ മൽഹോത്ര ഗ്രൂപ്പ്, അതായത് ഒയാസിസ് ഗ്രൂപ്പ് ഉത്തരേന്ത്യയിൽ വ്യാപകമായി അവരുടെ കമ്പനികൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് ഇടങ്ങളിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ, പഞ്ചാബിൽ, ഡൽഹിയിലൊക്കെ ഇവർക്ക് മദ്യ
ഉൽപാദനശാലകളുണ്ട്. അപ്പോൾ കേരളത്തിൽ അവർക്ക് മദ്യ ഉൽപാദനശാല വേണമെന്ന ആഗ്രഹമുണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതിന്റെ പ്രസിഡന്റ് മലയാളിയാണ് താനും. അപ്പോൾ അവരിവിടെ സർക്കാരിന് ഒരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷയിന്മേൽ പ്രാരംഭ അനുമതി ആയിരിക്കുന്നു. ഇതിൽ എന്ത് ആനക്കാര്യമാണുള്ളത്? എന്താണ് BJP-യുടെ പൊസിഷൻ? അഭിലാഷിനോടും മാഷോടും എനിക്ക് പറയാനുള്ളതും ഈ കമ്പനി അത്ര ശരിയില്ല മാഷെ എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ താല്പര്യങ്ങൾ, അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിലൂടെ ഇടതുപക്ഷം കാണിക്കുന്ന അമിത താല്പര്യം നോക്കൂ. ഒയാസിസ് ഒരു അപേക്ഷ കൊടുക്കുന്നു, സ്വാഭാവികമാണ്, അപേക്ഷിക്കാൻ ആർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഏതുപോലെയാണോ ഡൽഹിയിൽ മദ്യനയം തിരുത്തി അഴിമതിക്ക് പുകമറ സൃഷ്ടിച്ച് അല്ലെങ്കിൽ അഴിമതിക്ക് വഴിയൊരുക്കിയത്, അതേപോലെ ഒരു ഒയാസിസ് കമ്പനിക്ക് കേരളത്തിലെ വർഷങ്ങളായി നയനാർ തുണലിന് തുടക്കം കുറിച്ച ഒരു നയം തിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത്, ഇതിന് ന്യായീകരിക്കാൻ പ്രകാശമായിട്ട് കുറഞ്ഞ സമയത്ത് പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താ, കുറേ പണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അല്ല മാഷേ, അരിയും പച്ചക്കറിയും കോഴിയും കോഴിമുട്ടയും ഒക്കെ നമ്മൾ ഇറക്കുന്നതിലൂടെ കുറേ പൈസ പോകുന്നില്ലേ? ആ പൈസയും കൂടെ നമുക്കിവിടെ ഉണ്ടാക്കിക്കൂടെ? ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പച്ചവെള്ളം വേണ്ടേ? ഈ പച്ചവെള്ളം കിട്ടണമെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും പച്ചവെള്ളത്തിന് പ്രശ്നം നേരിടുന്ന ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട്. ആ പാലക്കാട് പ്രത്യേകിച്ച് കിഴക്കൻ മേഖല. മാത്രമല്ല അഭിലാഷ്, ഒരു കാര്യം കൂടിയുണ്ട്. മലമ്പുഴ ഡാം ഉണ്ടാക്കിയത് കുടിവെള്ളത്തെ ഉദ്ദേശിച്ചല്ല, പക്ഷേ നിർണായക ഘട്ടത്തിൽ കുടിവെള്ളം കൊടുക്കാറുണ്ട്. പക്ഷേ അത് രൂപകൽപ്പന ചെയ്തതും തയ്യാറാക്കിയതും കൃഷിക്ക് വേണ്ടിയാണ്. ഇപ്പം ഇതിൻ്റെ ചോദ്യം, കൃഷിക്ക് ആവശ്യമായ വെള്ളം അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടോ? ഇരിപ്പൂലും മുപ്പൂലും ഉണ്ടാക്കിയ പാലക്കാട് നെല്ലറകളിൽ നെല്ലുൽപ്പാദിപ്പിക്കാനുള്ള കുടിവെള്ളം കിട്ടാത്തടത്ത് ഞാൻ പ്രകാശമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം രാജേഷാണല്ലോ വലിയ ബഹളം ഉണ്ടാക്കുന്നത്. മാഷിക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷിൻ്റെ ക്യാമ്പയിനായിരുന്നു പാലക്കാട്ടെ നോക്കുകുത്തിയായി കിടക്കുന്ന വാട്ടർ ടാപ്പിൽ നിന്നും അത് തുറക്കുമ്പോൾ പുറത്തേക്ക് ഷൂ എന്ന് പറയുന്ന സൗണ്ട്. അതൊരു ക്യാമ്പയിനായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട്, കുറഞ്ഞ കാലം കൊണ്ട് പാലക്കാട് ആകെ മാറിപ്പോയോ? ഞാൻ മിനിമം മാഷോട് ചോദിക്കുന്നത്, ഒരു ഭരണാധികാരി പ്രാധാന്യം കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടാനാണോ കൊടുക്കാനാണോ? നാളെ രാജേഷിന് വോട്ട് കുത്താൻ അവിടെ ജനങ്ങൾ ബാക്കിയാകുമോ വെള്ളം കിട്ടാതെ? ശരി, വെള്ളം കിട്ടാത്ത മഴനിഴൽ പ്രദേശമായ ഒരിടത്ത് എങ്ങനെയാണ് മദ്യനിർമ്മാണ പ്ലാന്റ് വരിക എന്നുള്ള ചോദ്യമാണ്. അത് നമ്മൾ ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മദ്യനിർമ്മാണശാലയെക്കുറിച്ചുള്ള ഡിബേറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഉന്നയിക്കുന്നത്. ഇതിലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്ത് എന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. ശ്രീ വർഗീസ് ജോർജ്, CPIക്ക് ശക്തമായ എതിരഭിപ്രായമുണ്ട്. സത്യൻ മൊകേരി ജനയുഗത്തിൽ ലേഖനം എഴുതി അത് വ്യക്തമാക്കി. RJDയുടെ അഭിപ്രായം താങ്കളും ഇന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് LDF ഘടകകക്ഷികൾക്ക് സ്വീകാര്യമല്ലാത്ത ഒന്നാണ് പാലക്കാട്ടെ ഈ മദ്യ ഉൽപ്പന്ന പ്ലാന്റ് എന്നാണോ അതിന്റെ ഒരു ചുരുക്കത്തിൽ പറയാവുന്ന ഒരു വാചകം? അഭിലാഷേ, അതൊരു പോളിസി ഇഷ്യൂ ആണ്. അതാണ് ഞാൻ ഉന്നയിച്ചത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകോപന സമിതിയാണല്ലോ LDF എന്ന് പറയുന്നത്. ഇപ്പോൾ LDF ഗവൺമെൻറ് ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. പക്ഷേ പോളിസികൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു സാമ്പ്രദായികമായ രീതിയുണ്ട്. അതാണ് LDFൻ്റെ ഉത്തരവാദിത്വം. ഈ ഒരു പ്രധാനപ്പെട്ട എക്സൈസ് പോളിസി എന്നാണല്ലോ പറയുന്നത്. ആ പോളിസി ഒരു ഘട്ടത്തിലും LDF മുന്നണി യോഗത്തിൽ വെച്ചിട്ടില്ല. ഇതിലും വളരെ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആൻ്റണി രാജു മിനിസ്റ്ററായിരുന്നപ്പോൾ ഓട്ടോറിക്ഷ, ഓട്ടോ ടാക്സി, കാറുകളുടെയൊക്കെ റേറ്റ് കൂട്ടാനുള്ളൊരു പ്രപ്പോസൽ LDF വരികയുണ്ടായി. അത് LDF ആണ് അംഗീകരിച്ചത്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററായിരുന്നപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ജലത്തിൻ്റെ റേറ്റ് കൂട്ടുന്നത്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അല്പം കൂടുതലാണ്, കുറയ്ക്കണം. ആൻ്റണി രാജു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു അല്പം കൂടുതലാണ്, കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവിടെ സംഭവിക്കുന്നത് ചെറുതും വലുതുമായ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ അവിടെ ഒരു കൺസിഡേർഡ് ഒപ്പീനിയൻ വരും. അത് ഗവൺമെൻറ്റിന് നല്ലതാണ്. പക്ഷേ ഈ എക്സൈസ് പോളിസി ഒരു ഘട്ടത്തിലും അവിടെ കൊണ്ടുവന്നിട്ടില്ല. അല്ല, എനിക്കുള്ള സംശയം ശ്രീ വർഗീസ് ജോർജ്, മദ്യനയം ഇന്നലെയോ മിനിയാന്നോ അല്ലല്ലോ, 2022-23 മദ്യനയം പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ട് എത്ര നാളായി? അതിനുശേഷം ഒരു മദ്യനയം കൂടി പ്രഖ്യാപിക്കപ്പെട്ടു. 2022-23 മദ്യനയത്തിലാണ് സുപ്രധാനമായ നയം മാറ്റം. അതായത് സംസ്ഥാനത്തിന് ആവശ്യമുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇവിടെ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാന്റുകൾക്ക് അനുമതി നൽകും എന്ന സുപ്രധാനമായ തീരുമാനമുള്ളത്.
അപ്പോൾ ഘടകകക്ഷികൾ ഒരു പോളിസിയായി പുറത്തു വന്ന് പ്രസിദ്ധീകരിച്ച് പത്രങ്ങളിലെല്ലാം വന്ന കാര്യം 2 കൊല്ലം കഴിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നാണോ, അതോ മുൻകാല പ്രാബല്യത്തോടു കൂടി അറിയണമായിരുന്നു എന്നാണോ? അങ്ങനല്ല അഭിലാഷ്, ഈ എക്സൈസ് പോളിസിക്ക് 1 വർഷത്തെ ആയുസേ ഉള്ളൂ. എക്സൈസ് പോളിസി എന്ന് പറയുന്നത് ഓരോ വർഷവും പുതുക്കണം. സാധാരണഗതിയിൽ എക്സൈസ് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഔട്ട്ലെറ്റുകളുടെ റെഗുലേഷൻ ആൻഡ് കൺട്രോളാണ്. അപ്പോൾ കാര്യമായിട്ട് അതിൽ വ്യത്യാസമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പക്ഷേ റിന്യൂഡായിട്ട് പോകും. ഇവിടെ ഒരു നയം മാറ്റം വന്നപ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള നയം മാറ്റം വന്നപ്പോഴെങ്കിലും ഇത് LDF വെക്കണമായിരുന്നു. അപ്പോൾ LDF വെക്കാതെ ഇത്തവണ സംഭവിച്ചത് അഭിലാഷ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ക്യാബിനറ്റിൽ പോയി കാണും. ക്യാബിനറ്റ് അംഗീകാരം കൊടുത്ത് മന്ത്രിതല തീരുമാനമെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ പ്രകാശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇപ്പോൾ ഏകപക്ഷീയമായൊരു ഡിസിഷൻ മേക്കിംഗ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ പോളിസിയോട് യോജിക്കാൻ പറ്റാത്തത്. ഓക്കെ, ഞാനിപ്പോൾ ശ്രീ വർഗീസ് ജോർജ് LDF സർക്കാരിൻ്റെ മദ്യനയം, പ്രസിദ്ധീകരിക്കപ്പെട്ട മദ്യനയം വായിച്ചു നോക്കുകയായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പൊതുരേഖയാണ്. ആ പൊതുരേഖയിൽ തന്നെ പല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഈ തീരുമാനത്തിന് ആധാരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകരിക്കപ്പെട്ട മദ്യനയത്തിൽ പറയുന്നു, സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനം നടത്തുന്നത് 11 ഡിസ്റ്റിലറികളിലൂടെയും 8 വിദേശ മദ്യ ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റുകളുടെയും 3 ബ്രൂവറികളിലൂടെയുമാണ്. ഇതിൽ ഒരു ഡിസ്റ്റിലറിയും ഒരു ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റും 2 ബ്രൂവറികളും നിലവിൽ ഉൽപ്പാദനം നടക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ മദ്യ വിൽപ്പനശാലകളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ്. നിലവിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മദ്യ ഉപഭോഗത്തിൽ പല സംസ്ഥാനങ്ങളെക്കാളും കേരളം പിന്നിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ മദ്യനയത്തിൽ തന്നെ കൃത്യമായി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനം ഉദ്ദേശിക്കുന്നു എന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ വിദേശ മദ്യ മേഖല, സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. 24ാമത്തെ ക്ലോസാണ് വിദേശ മദ്യ മേഖലയിൽ, മദ്യനയത്തിൽ. അപ്പോൾ ഇത് സർക്കാരിൻ്റെ മദ്യനയം നേരത്തെ തന്നെ പ്രസിദ്ധീകൃതമായി എല്ലാ ജനങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യവും യുക്തിയും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ല അഭിലാഷ്, അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണോ സർക്കാർ ചെയ്യേണ്ടത്? സർക്കാരാണോ മുന്നണിയാണോ നയങ്ങൾ തീരുമാനിക്കേണ്ടത്? ഇപ്പോൾ ഒറ്റ പാർട്ടിയാണെങ്കിൽ, ഏകകക്ഷി ഭരണമാണെങ്കിൽ ആ പാർട്ടിക്ക് തീരുമാനിക്കാം. ഇത് 11 പാർട്ടികളില്ലേ? 45% വോട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അഭിലാഷേ? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 45% വോട്ടാണ്. CPM-ന് 25% വോട്ട്. ബാക്കി 21% വോട്ടും കൊണ്ടുവന്നത് ഈ ഘടകകക്ഷികളല്ലേ? അവരുടെ ഒരു അഭിപ്രായം ചോദിക്കണ്ടേ? സാധാരണഗതിയിൽ LDF അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോളിസി ഡോക്യുമെൻ്റ് വന്നാൽ ഞങ്ങളെ വിളിക്കും. ചിലപ്പോൾ അജണ്ടയിൽ തന്നെ വെക്കണമെന്നില്ല, യോഗത്തിൽ വരുമ്പോഴായിരിക്കും ഒരു പുതിയ പോളിസി പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച വന്നു. അത് ഒരു ഡോക്യുമെൻ്റായിട്ട് ഞങ്ങളുടെ തന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. ഒടുവിൽ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിഞ്ഞോ ഇതിനെ പ്രിയംപ്റ്റ് ചെയ്തോ എന്നുള്ളതല്ല. ഒരു ഗവൺമെൻറ്, ഒരു ക്യാബിനറ്റ് ഒരു തീരുമാനം എടുക്കുമ്പം അതിനൊരു മുന്നണിയുടെ മാൻഡേറ്റ് വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങ് പറഞ്ഞ പോയിന്റ് ഞാൻ എടുത്തു, അത് ശരിയാണ്. ഇതുപോലെ സുപ്രധാനമായ നയ തീരുമാനങ്ങൾ മുന്നണി അറിയുകയും ചർച്ച ചെയ്യുകയും എന്നുള്ളതാണ് മുന്നണി രാഷ്ട്രീയത്തിൽ വേണ്ട ഒരു കാര്യം. ഞാനത് എടുത്തു, അംഗീകരിച്ചു. എൻ്റെ ചോദ്യം, ഈ മദ്യനയം വന്നിട്ട് കുറേ നാളായല്ലോ, മദ്യനയം പ്രസിദ്ധീകൃതമായല്ലോ, എന്തുകൊണ്ടാണ് ഘടകകക്ഷികൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? മുന്നണി ചർച്ച ചെയ്യാതെ സുപ്രധാനമായ ഈ നയ തീരുമാനം, അതായത് കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും ബ്രൂവറികൾക്കും അനുമതി നൽകുമെന്ന തീരുമാനം മുന്നണി അറിയാതെ എന്തിനെടുത്തു എന്ന് അന്നായിരുന്നില്ലേ പറയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അഭിലാഷി, ആ മദ്യനയം നിലനിൽക്കുന്നില്ലല്ലോ. 2022 മദ്യനയം മാർച്ച് 30 അവസാനിച്ചു. അല്ല, ഇത് ഞാനിപ്പോൾ വായിച്ചത് 22, 23 അല്ല, 23, 24 ഇപ്പോൾ നിലനിൽക്കുന്ന മദ്യനയമാണ്. 23, 24 മദ്യനയമാണ്. അതെ, ഇത് ഓരോ വർഷം കഴിയുമ്പോൾ ഇത് ലാപ്സായി പുതുതായിട്ട് കൊണ്ടുവരും. ഞങ്ങളോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, മാതൃഭൂമിയുടെ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, പുതിയ മദ്യനയം LDF ചർച്ച ചെയ്തോ? നമ്മൾ പറഞ്ഞാൽ അത് അജണ്ടയായി വന്നിട്ടില്ലെന്ന് പറയും. നമ്മൾ രണ്ടും പറയുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഒരു മാൻഡേറ്റ് മുന്നണിയുടെ വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, അതാണ് ശ്രീ M. പ്രകാശൻ മാസ്റ്റർ ഘടകകക്ഷികളെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോ
RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. CPI വളരെ ശക്തമായി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനത്തിന്റെ സംഗത്യം എന്ത് തന്നെയായാലും ഘടകകക്ഷികൾക്ക് ദഹിക്കുന്നതല്ല, ബോധ്യപ്പെടുന്നതല്ല, മുന്നണിയുടെ കൺകറൻസ് ഇല്ലാതെയുള്ള തീരുമാനമാണ്. അപ്പോൾ ഈ തീരുമാനം സ്വന്തം മുന്നണി ഘടകകക്ഷികൾക്ക് ബോധ്യമില്ലാത്ത, ഉറപ്പില്ലാത്ത, വിശ്വാസമില്ലാത്ത തീരുമാനം ജനങ്ങൾ എന്തിനു വിശ്വസിക്കണം? വർഗീസ് ജോർജ് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. ഇവിടെ അദ്ദേഹം ഈ കാര്യം അറിയില്ല എന്ന് പറയുന്നതിന് യാതൊരു പിൻബലവുമില്ല. ഇപ്പം ഞാൻ 2023-24 മദ്യനയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം വായിക്കാം. സംസ്ഥാനത്ത് ഉപഭോഗത്തിന് ആവശ്യമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കും. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ മദ്യനയത്തിൻ്റെ പാര 24 പറയുന്നു, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാവുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. അതുപോലെ നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. ഇത് LDFന്റെ നയം എന്നുള്ളതിലേക്ക് ഗവൺമെൻറ് അംഗീകരിച്ച കാര്യമാണ്. ഇപ്പോൾ ആ നയത്തിൽ നിന്ന് എന്തെങ്കിലും നിലക്കുള്ള വ്യതിയാനം ക്യാബിനറ്റ് തീരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ പരിശോധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചിട്ടുള്ള ഒരു നയം അതെങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിന് ഒരു കൊല്ലം ഉണ്ടാവുന്ന നഷ്ടം എന്താണാവോ? അതെങ്ങനെ LDFന്റെ നയമായിട്ട് സാർ വായിക്കും? അത് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയൊരു നയമല്ലേ? അത് LDF ചർച്ച ചെയ്തിട്ട് രൂപീകരിച്ചൊരു നയമാണോ? LDFന്റെ ഗവൺമെന്റിന്റെ നയം LDFന്റെ ഗവൺമെന്റ് 2022-23 23-24 അംഗീകരിച്ചിരിക്കുന്ന ഒരു നയം LDF ഗവൺമെന്റിൻ്റെതല്ല, LDFൻ്റെതല്ല എന്ന് എങ്ങനെ ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയുക? എങ്ങനെ വർഗീസ് ജോർജിന് പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല. LDFന്റെ ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ച 2 വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് അംഗീകരിച്ചിരിക്കുന്ന ഒരു നയം അത് LDFന്റെ നയമല്ല എന്ന് പറഞ്ഞാൽ LDF നയം അല്ലാതാവൂ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആ വിഷയം സംബന്ധിച്ച് നേരത്തെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതല്ലേ? അതിൽ വർഗീസ് ജോർജിന് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമില്ല. അപ്പോൾ ഞാൻ പറയുന്നതൊന്നുമല്ല, ഇവിടെ നേരത്തെ LDFന്റെ നയമാണെങ്കിൽ LDF ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾക്ക് വർഗീസ് ജോർജിന് വല്ല തർക്കമുണ്ടെങ്കിൽ LDFന്റെ വേദിയൊന്നുമല്ല ഇത്. ഈ വിഷയം സംബന്ധിച്ച് UDFന്റെയും LDFന്റെയും നിലപാടുകൾ ഗൗരവമായ നിലക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ്. LDFന്റെ നയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് RJDക്ക് ഉന്നയിക്കാവുന്നതാണ്. അതനുസരിച്ച് നയം മാറ്റുന്നതിന് പാർക്ക് എതിരുള്ളത്. ഞാനിവിടെ പറയുന്നത് UDF ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ യാതൊരു കഴമ്പുമില്ല. ഈ കേരളത്തിലേക്ക് ഏതാണ്ട് 4000 കോടിയുടെ സ്പിരിറ്റ് കേരളത്തിൽ വരികയാണ്. അത് കൊണ്ടുവരുന്നത് ഒന്ന് BJP നേതാവിന്റെ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, മറ്റൊന്ന് കർണാടക കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് നിന്നാണ്. അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? പിന്നെ ഇവിടെ ഇപ്പോൾ മദ്യക്കമ്പനി ഉണ്ടാക്കാനെന്നല്ലോ ആരംഭിക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ 4 ഘട്ടമായിട്ടാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അതിൽ അവസാനത്തെ 4ാമത്തെ ഘട്ടമാണ് ബ്രൂവറി. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ലൈസൻസുകൾ ആവശ്യമുണ്ട്, ഒരുപാട് ഘട്ടങ്ങൾ കിടക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രം വരുന്ന ബ്രൂവറിയെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താ? പിന്നെ വെള്ളത്തിന് ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ നിലക്ക് ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന പഞ്ചായത്തുകൾ? പുതുപ്പരിയാരമാണ്, അകത്തേത്തറയാണ്, മരുത റോഡാണ്, പുതുശ്ശേരിയാണ്. അവിടേക്ക് വേണ്ടി ആകെ വേണ്ടി വരുന്ന വെള്ളം 81.5 ദശലക്ഷം ലിറ്ററാണ് പ്രതിദിനം. അത് അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംഭരണ ശേഷി മലമ്പുഴക്കുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്നത് 96 ദശലക്ഷം. അതുപോലെ തന്നെ മറ്റ് ജലസേചനത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത് ഈ ഫെബ്രുവരി 15 വരെ, നവംബർ മുതൽ 15 വരെ. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഈ 2 കാര്യത്തിലും ഒരു നിലക്കുമുള്ള ജലദൗർലഭ്യം മലമ്പുഴയിൽ ഉണ്ടായിട്ടില്ല. മലമ്പുഴയിൽ ആകെ ആവശ്യമായിട്ട് വരുന്നതിൻ്റെ 1.1% ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 0.05 ആണ്. അത് മാക്സിമം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് കമ്പനി വന്നാൽ 0.5 ആണ്. അത് കൊടുക്കുന്നതിന് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഒരു തടസ്സമില്ല. പിന്നെ ഇത് എങ്ങനെയാണ് കിൻഫ്രക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക? കിൻഫ്രക്ക് ഈ കാര്യം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ്. ഇവിടെ കിൻഫ്ര ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വ്യവസായ ആവശ്യത്തിന് ഇത് വെള്ളം കൊടുക്കുന്നുണ്ട്. അത് സംബന്ധിക്കുന്ന തീരുമാനം ഉണ്ടായ നേരത്തെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കിൻഫ്രക്ക് കൊടുക്കുന്ന 10 MLD വെള്ളത്തിൽ നിന്നാണ് ഈ വെള്ളം കൊടുക്കുക എന്നുള്ള കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ 0 വേസ്റ്റേജ് ആണ്, ഒരു നിലക്കുള്ള വേസ്റ്റേജ് ഇല്ല. പിന്നെ എങ്ങനെയാണിത്
കേരള താല്പര്യത്തിന് വിരുദ്ധമാവുക. ശരി, ഒരു ഓക്കേ. നിലക്കുമുള്ള അത് wastage ഇല്ല. കോൺഗ്രസിന്റെയും ഒരു നിലക്കുമുള്ള BJP യുടെയും ആരോപണമാണ്. നമുക്ക് ആ ഏതാണ്ട് വിഷയം ചർച്ച ചെയ്യാം. 4000 കോടിയോളം ലാഭം ഉണ്ടാവുന്നു. LDF മുന്നണിയിലെ 650 പേർക്ക് പ്രശ്നം ജോലി കിട്ടുന്നു. ശരി, അപ്പോൾ ശ്രീ വർഗീസ് ജോർജ് അടിയന്തരമായി ഇടതുമുന്നണി യോഗം ചേരണമെന്ന് RJD ആവശ്യപ്പെടുമോ? മാതൃഭൂമിയുടെ ചാനലിലാണ് തീർക്കേണ്ടത്. അതെ, അല്ല, അത് എവിടെയാണ് തീർക്കേണ്ടത്? മുന്നണി യോഗം വിളിച്ച് തീരുമാനിക്കും. അവിടെ തീർക്കണം. ശരി, ശ്രീ വർഗീസ് ജോർജ് ഇടതുമുന്നണി ചേരണം. ഇടതുമുന്നണി ചേരാതെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമോ മുന്നോട്ട് പോക്കോ ഉണ്ടാകാൻ പാടില്ല എന്ന് RJD ആവശ്യപ്പെടുമോ? എന്തായാലും ഈ നയം നേരത്തെ വന്നതാണ്. ഈ നയം പത്രത്തിൽ വന്ന് വായിക്കുമ്പോഴെങ്കിലും ഘടകകക്ഷികൾക്ക് അക്കാര്യത്തിലുള്ള എതിരഭിപ്രായം പറയുകയും എങ്ങനെയാണ് മുന്നണിയുടെ അനുവാദമില്ലാതെ ഇങ്ങനൊരു നയം വന്നതെന്ന് ചോദിക്കുകയും ചെയ്യാമായിരുന്നു. ഓക്കെ, ഇപ്പോഴാണെങ്കിലും ഇങ്ങനൊരു നയമുണ്ട്, ആ നയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനും അതുപോലെ തന്നെ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒയാസിന് കൊടുത്തിരിക്കുന്ന അനുമതി പറ്റില്ല എന്ന് പറയാനും RJD തയ്യാറാകുമോ? മുന്നണി യോഗം വിളിക്കണമെന്ന് ആവശ്യമുണ്ടോ? അഭിലാഷേ, 2-3 ആസ്പെക്ട്സ് ഉണ്ട് പ്രകാശൻ മാഷ് പറഞ്ഞതിൽ. ഒന്ന്, ഞങ്ങൾ ഗവൺമെൻറ് തീരുമാനിച്ചു, അല്ലെ LDF ഗവൺമെൻറ് തീരുമാനിച്ചു മുന്നണി ഘടകകക്ഷികൾ അതങ്ങ് അംഗീകരിച്ചു കൊള്ളണം. അതറിഞ്ഞാലും ഇല്ലെങ്കിലും അതെന്തൊരു ജനാധിപത്യമാണ്. ഞങ്ങൾക്ക് ക്യാബിനറ്റിൽ അംഗമില്ല, ഞങ്ങൾക്ക് ആ ക്യാബിനറ്റ് നടക്കുന്ന ചർച്ചകൾ അറിയില്ല. ആ മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ജെനുവിനായ ഈ ഡൗട്ട് റേസ് ചെയ്യാൻ അവകാശമില്ലേ? ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങളങ്ങ് അംഗീകരിച്ചോളണം എന്നുള്ള അമിതാധികാരത്തിൻ്റെ ഭാഷയൊന്നും ഞങ്ങളോട് വേണ്ട. രണ്ടാമത് ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, എന്താ നമ്മുടെ പാർട്ടിയുടെ നിലപാട്? ഈ LDP പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. ഒരുപക്ഷെ ഇത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ ശുദ്ധജലത്തിൻ്റെ ദുരുപയോഗമില്ല, ഇതൊക്കെ പറയാൻ ആളുകൾ നമ്മുടെ ഒരു പാർട്ടി കാണും. ആ ശബ്ദമെല്ലാം നമ്മൾ കേൾക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച പാർട്ടിയുടെ ജില്ലാധ്യക്ഷന്മാരുടെയും പാർട്ടി ഭാരവാഹികളുടെ യോഗം വെച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കൺസിഡേർഡായ ഒരു ഒപ്പീനിയൻ പറയും. മൂന്നാമത്, എന്തുകൊണ്ട് LDFിൻ്റെ അജണ്ടയിൽ എപ്പോഴെങ്കിലും വന്നിട്ട് വേണ്ട എനിക്കൊരു അഭിപ്രായം പറയാൻ, നമ്മൾ ചർച്ച ചെയ്യാൻ. ഇപ്പോൾ TP രാമകൃഷ്ണൻ, അദ്ദേഹം നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്രേഡാണ്. TP രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രി ആയിരുന്ന ആളല്ലേ ഇപ്പോഴത്തെ LDF കൺവീനർ. ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ കുറഞ്ഞ പക്ഷം അദ്ദേഹം ഘടകകക്ഷികളെ വിളിച്ച് സംസാരിക്കണ്ടേ? അല്ലെ LDF യോഗം വിളിച്ച് അജണ്ട വെക്കണ്ടേ? LDFിൻ്റെ അജണ്ടയായി വെക്കാതെ ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത്? പിന്നെ സംസാരിക്കേണ്ടത് എൻ്റെ പാർട്ടിയിലാണ്. ആ പാർട്ടി യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ CPM അമിതാധികാരത്തിന്റെ ഭാഷ ഘടകകക്ഷികളോട് പ്രയോഗിക്കേണ്ട എന്ന്. ഈ വിഷയത്തിൽ ഘടകകക്ഷികളുടെ താല്പര്യവും അഭിപ്രായവും മാനിക്കാതെ നിങ്ങളോട് ചോദിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിലോ? ഇന്നലെ എക്സൈസ് മന്ത്രി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു തരത്തിലും ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്. അപ്പോൾ ഒരു തരത്തിലും പിന്നോട്ടില്ല, ഒരാളോടും ആലോചിക്കേണ്ടതുമില്ല എന്നതാണ് സർക്കാരിന്റെ നയമെങ്കിലോ നിലപാടെങ്കിലോ എന്ത് ചെയ്യും RJD? അഭിലാഷ, ഈ ബ്രൂവറി എന്നുള്ള സെക്കൻഡറി മാറ്ററാണ്. നമ്മൾ ഉന്നയിക്കുന്ന എന്തുകൊണ്ട് നമ്മൾ ഈ പോളിസി, ഇപ്പോൾ MP രാജേഷ് തന്നെ, നമുക്കെല്ലാം ഇഷ്ടമുള്ള ആളല്ലേ, MP രാജേഷ് സംസാരിക്കണ്ടേ? അതിന് പകരം ശരി, RJD എതിർത്താലും CPI എതിർത്താലും JDS എതിർത്താലും ഞങ്ങൾ ഇത് നടപ്പാക്കിയിരിക്കും എന്ന് പറയുന്നൊരു മുന്നണി രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ? ഒരു പാർട്ടിയാണെങ്കിൽ ശരി, 11 പാർട്ടികൾ, ഈ 11 പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയണ്ടേ? ശരി, ചർച്ചയിലേക്ക് വേണം. ശ്രീ ജിൻഡോ ജോൺ, ഈ വെള്ളത്തിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ മാലിന്യം, ഇതൊക്കെ പഴയ ആരോപണങ്ങളാണ്, മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഫ്രഷായ ഏറ്റവും പുതിയ ആരോപണം, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം, കവിത, മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ, BRS നേതാവ് കേരളത്തിൽ വന്നു, എവിടെയാണ് അവർ താമസിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ കാര്യം. കോൺഗ്രസ് കവിതയുടെ ബന്ധത്തെ ചൂണ്ടുന്നത് ഏത് കാര്യത്തിലാണ്? എന്താണ് അങ്ങനെ ഒരു ആരോപണത്തിന്റെ സാങ്കത്യം? അഭിലാഷേ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്നലെ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചാനലുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ഉണ്ടായിരുന്നു. MP രാജേഷ് എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രി പറഞ്ഞത് എന്താ? 10 ഘട്ട പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് ഈ കമ്പനിക്ക് പ്രാഥമിക ലൈസൻസ് കൊടുത്തതെന്ന. ഈ 10 ഘട്ട പരിശോധനയ്ക്കിടയിൽ എപ്പോഴെങ്കിലും ആ പ്രദേശത്തെ നാട്ടുകാരുടെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടോ? അവിടുത്തെ കർഷകരുടെയോ കർഷക സംഘടനകളുടെ അഭിപ്രായം ശേഖരിച്ചിട്ടുണ്ടോ? ഇനി പഞ്ചായത്തിൻ്റെ അഭിപ്രായം എടുത്തിട്ടുണ്ട്?
ഇവർ പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി എന്നാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതിനപ്പുറത്ത് ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെയോ പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ പ്രദേശത്തെ കർഷക സംഘടനകളുടെയോ കർഷകരുടെ അഭിപ്രായം ഇവരെടുത്തിട്ടില്ല 10 ഘട്ട പരിശോധന നടത്തിയിട്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താ, കിൻഫ്ര വഴി വെള്ളം എത്തിക്കുമെന്ന മദ്യ കമ്പനിക്ക്. ഇവർ ആദ്യം മുതൽ പറഞ്ഞത് മഴവെള്ള സംഭരണിയിലൂടെ വെള്ളം കണ്ടെത്തുമെന്ന, പിന്നെ പറയുന്നു മദ്യ കമ്പനി കിൻഫ്ര വഴി മദ്യ വെള്ളം കൊടുക്കും, മഴവെള്ള സംഭരണി കമ്പനിക്ക് ഉണ്ടാവും. അങ്ങനെ തന്നെയായിരുന്നു ഉത്തരവ് ഇറങ്ങിയത്. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ MP ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയോ? ഒരു തുള്ളി കുടിവെള്ളം പോലും മദ്യ കമ്പനിക്ക് കൊടുക്കില്ല എന്നാണ്, അല്ലേ? അപ്പൊ ഈ കിൻഫ്ര വഴി കൊടുക്കുന്നത് എന്താ, കുടിക്കാൻ കൊള്ളാത്ത വെള്ളമാണോ? അവിടുത്തെ വ്യവസായശാലകളിലെ ആളുകൾക്ക് കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കും കൊടുക്കുന്ന വെള്ളം അത്രയ്ക്ക് മോശപ്പെട്ട അഴുക്ക് വെള്ളമാണ് കൊടുക്കുന്നത്. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ജലമല്ല. ഇപ്പോൾ മലമ്പുഴ ഡാമിൽ നിന്റെ മൊത്തം ശേഷിയുടെ 13.16% കുടിവെള്ളമായി വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റി കിൻഫ്രയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ തീരുമാനമാണ്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി 10 mld ജലം കിൻഫ്രയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനമാണ്. അതനുസരിച്ച് 10 mld വെള്ളമാണ് കിൻഫ്രയ്ക്ക് കൊടുക്കേണ്ടത്. ആ ജലത്തിൽ നിന്ന് 10 mld കൊടുക്കുന്ന ആ 10 mld നിന്ന് ഒരു 0.5 ദശലക്ഷം ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.5 mld ജലം ആണ് ഈ പറഞ്ഞ പുതിയ വ്യവസായത്തിന് കൊടുക്കേണ്ടത്. അതിൽ കുടിവെള്ളമല്ലല്ലോ, വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം 0.5 ദശലക്ഷം ലിറ്റർ ആണ് ഈ വ്യവസായത്തിന് കൊടുക്കേണ്ടത്. അതൊക്കെ ക്ലിയർ ചെയ്യപ്പെട്ട വിഷയമാണ്. എന്റെ ചോദ്യം കവിത എങ്ങനെ ഇതിൽ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അഭിലാഷേ അതിലേക്ക് വരട്ടെ. അത് നമ്മൾ അങ്ങനെ വിടാൻ പറ്റില്ലെന്നേ. അതങ്ങനെ വിടാൻ പറ്റുന്നേ, ആ പാലക്കാട് പ്രദേശത്തുള്ള കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല, അല്ലേ? അവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളത്തിന് ഇപ്പോഴും വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി ഉണ്ടല്ലോ, കുടിവെള്ള ക്ഷാമമുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ മദ്യ കമ്പനിക്ക് കൊടുക്കാൻ വെള്ളം കിൻഫ്രയുടെ കയ്യിലോ അല്ലെങ്കിൽ മലമ്പുഴ ഡാമിലോ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ലോജിക്കിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു നല്ല ലോജിക്കല്ല, ഇന്നസെന്റ് അല്ല അതിന്റെ പുറകിലുള്ള ഉദ്ദേശ ലക്ഷ്യം. ഒന്നാമത്തത്, ഇനി ഈ MP ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും മഴവെള്ളത്തിലൂടെ മാത്രമാണ്, മഴവെള്ള സംഭരണിയിലൂടെ മാത്രമാണ് ഒയാസിസ് കമ്പനി വെള്ളം സംഭരിക്കുന്നത്, അതുവഴിയാണ് മദ്യം ഉത്പാദിപ്പിക്കുന്നതെന്നാ. അപ്പൊ ആദ്യം MP ഗോവിന്ദനും എക്സൈസ് മന്ത്രിയും തമ്മിൽ ഒരു ധാരണയിലെത്തണം. അനുമതി കൊടുത്തുകൊണ്ടിറങ്ങിയ ഉത്തരവിൽ വളരെ കൃത്യമായി ഈ കമ്പനിക്ക് വേണ്ട ജലം കിൻഫ്രയുടെ ഡെഡിക്കേറ്റഡ് ലൈൻ വഴി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഒപ്പം കമ്പനിക്ക് ഒരു മഴവെള്ള സംഭരണി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അല്ലാതെ ആദ്യം ഒരു കാര്യം പറയുകയും പിന്നീട് രണ്ടാമത് ഒരു കാര്യം പറയുകയല്ല ചെയ്തത്. ആ ഉത്തരവ് വളരെ സ്പെസിഫിക് ആണ്, സ്പഷ്ടമാണ് അക്കാര്യത്തിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ MP ഗോവിന്ദനെ തിരുത്തണം എക്സൈസ് മന്ത്രി. MP ഗോവിന്ദനെ തിരുത്തണം. ഇന്നലത്തെ അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉള്ളത്? മഴവെള്ള സംഭരണിയിലൂടെയാണ് ഒയാസിസ് കമ്പനി വെള്ളം കണ്ടെത്തുന്നതെന്നാ, ഒരു തുള്ളി കുടിവെള്ളം പോലും ഉപയോഗിക്കില്ലെന്നാ. അപ്പൊ കുടിക്കാൻ കൊള്ളാത്ത വെള്ളം കൊണ്ടാണ് മദ്യം ഉത്പാദിപ്പിക്കുന്നതെന്നുള്ള ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി CPI, JDU അല്ലെങ്കിൽ ജനത RJD പോലുള്ള കക്ഷികൾക്ക് ബോധ്യപ്പെടാത്ത, LDF-ൽ ചർച്ച ചെയ്യാത്ത ഒരു നയം ഇന്നലെ MP ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മദ്യനയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് മാറ്റം വരുത്തിയെന്ന് ഈ പ്രകാശ് മാസ്റ്റർ പറയുന്നത്? ഇന്നലെ MP ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മദ്യനയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ ഇന്ന് പുറത്തു വന്നതും ഇന്നലെ വന്നതുമാണ്. തരത്തിലുള്ള മാറ്റം അല്ല എന്നല്ലേ പറഞ്ഞത്? അതായത് മദ്യനയം 2022 മുതൽ ഇതാണ്, 2022-23 കാലം മുതൽ ഇതാണ്. അതിലിപ്പോ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നല്ലേ MP ഗോവിന്ദൻ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 2022-23 മദ്യനയത്തിലാണെങ്കിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കുമെന്ന. ഇവിടുത്തെ ആദ്യത്തെ ലൈസൻസ് എന്തിനാ? ബോട്ട്ലിംഗ് പ്ലാന്റിനാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ മാത്രമാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, എഥനോൾ ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റിന് അനുമതിയുള്ളൂ. മൂന്നാമത്തെ ഘട്ടം മാൾട്ട്, സ്പിരിറ്റ്, ബ്രാൻഡി, ബ്രൂവറി, പിന്നെ അങ്ങനെ ഡിസ്റ്റിലറി, അങ്ങനെ പോകുന്നു. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് എന്താ? ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന വെള്ളം എവിടെന്നാ? അപ്പൊ അതിന്റെ അസംസ്കൃത വസ്തു വെള്ളമാണ്. ആ വെള്ളം എവിടെ നിന്ന് ഉത്പാദിപ്പിക്കും എന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് മഴവെള്ള സംഭരണി എന്ന്. ഒന്നുകിൽ പറയണം കിൻഫ്ര വഴി വെള്ളം എടുക്കുന്നു, ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മഴവെള്ള സംഭരണി എന്ന് പറയണം. ഇപ്പൊ MP രാജേഷ് പറഞ്ഞ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ, അഭിലാഷ് എന്നോട് ചോദിച്ച ചോദ്യം അനുസരിച്ചാണെങ്കിൽ, കിൻഫ്ര വഴി വ്യവസായശാലകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ 1% പോലും വെള്ളം വേണ്ടത്രേ ഒയാസിസ് കമ്പനിക്ക്. എന്നാ പിന്നെ എന്തിനു ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നത്? അപ്പൊ പിന്നെ മഴവെള്ള സംഭരണി ഇതിനെ നമ്മളെ നാട്ടുകാരെ പറ്റിക്കാനാണോ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കവിതയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത് ഈ കമ്പനി വളരെ മികച്ച കമ്പനിയാണെന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? അപ്പൊ ഈ കമ്പനിക്ക് മന്ത്രിസഭയുടെ നോട്ടിൽ, മന്ത്രിസഭ യോഗം ചേർന്ന് ക്യാബിനറ്റ് നോട്ടിൽ അംഗീകാരം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഹാജരാക്കുന്ന സമയത്ത് അവർ കൊടുക്കുന്ന അപേക്ഷ പ്രകാരം എന്താ പറയുന്നത്? ഈ പറഞ്ഞ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇവർ എഥനോൾ ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു എന്നല്ലേ പറയുന്നത്?
അപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിൽ മാത്രമാണ് ഇതിന് അനുമതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ ഒരു അനുമതി പത്രത്തിന് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ട് എങ്ങനെ ഇവർക്ക് ഉറപ്പ് കിട്ടിയത്? ആ ഉറപ്പ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ കമ്പനി വളരെ മികച്ച കമ്പനിയാണെന്ന് എക്സൈസ് മന്ത്രി PR ഏജന്റിനെ പോലെ പ്രഭാഷണം നടത്തുന്നത്, മന്ത്രിസഭയുടെ നോട്ട് വിശദമായിട്ട് പുറത്തിറങ്ങുന്നത്, ഗവൺമെന്റ് ഓർഡർ അതുപോലെ ഇറങ്ങുന്നത്. അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് 5-6 സംസ്ഥാനങ്ങളിൽ ഈ കമ്പനിയുടെ മഹനീയ മാതൃകയെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരും CPM എന്നുള്ള പാർട്ടിയും വാഴ്ത്തി പാടുമ്പോൾ ഡൽഹി മദ്യനയ കേസിൽ ഇതിന്റെ മുതലാളി ജയിലിൽ കിടന്ന് പറയുന്നില്ല. ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ്. അതല്ലാതെ ഒരു തവണ ഇത് റെയിൽ ഹാർവെസ്റ്റിംഗ് എന്നും പിന്നെ അത് വാട്ടർ അതോറിറ്റി എന്നും പറഞ്ഞൊന്നല്ല. ഉത്തരവ് വളരെ സ്പെസിഫിക് ആണ്. MP ഗോവിന്ദൻ കൃത്യമായി എന്ന് പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ടില്ല. അഭിലാഷേ, അതിലൊരു തെറ്റിദ്ധാരണയുണ്ട് അഭിലാഷേ. ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താണ്? കേരള വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ ഈ കമ്പനി കൊടുത്ത അപേക്ഷ എന്തിനു വേണ്ടിയിട്ടാ? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് വേണ്ടിയിട്ട്. അവിടെ ബോട്ട്ലിംഗ് പ്ലാന്റിനെ കുറിച്ചോ ബ്രൂവറിയെ കുറിച്ചോ ഡിസ്റ്റിലറിയെ കുറിച്ചോ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ അപേക്ഷ കൊടുത്തതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ പ്രദേശത്തെ ആളുകളെ കോളേജ് തുടങ്ങാൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഭൂമി വാങ്ങി തട്ടിപ്പ് നടത്തുന്നു. വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ തെറ്റായ അപേക്ഷ കൊടുത്ത് അവർ ലൈസൻസ് സംഘടിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ 2 തട്ടിപ്പ് നടത്തുന്ന ഒരു കമ്പനി ലൈസൻസ് ഇതുവരെ ഈ കമ്പനിക്ക് കിട്ടിയിട്ടില്ല. എക്സൈസ് കമ്മീഷണർ ലൈസൻസ് കൊടുക്കണമെങ്കിൽ മറ്റ് പല അനുമതികൾ ഈ കാര്യത്തിൽ ആവശ്യമുണ്ടോ? അത് കിട്ടുമോ ഇല്ലയോ? രാഷ്ട്രീയമായ തീരുമാനങ്ങൾ മാത്രം മതിയോ? തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അതിനകത്തുണ്ട്. പരിസ്ഥിതി ആഘാതം അടക്കമുള്ള മറ്റു വിഷയങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും BRSന്റെ റാലി നടത്തിയപ്പോൾ അവിടെ പോയി പങ്കെടുത്ത മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാ. പക്ഷേ ഇതൊക്കെ തമ്മിലുള്ള കണക്ഷനാണ് എനിക്ക് വേണ്ടത്. അതിലേക്ക് താങ്കൾ വന്നില്ല. ഞാൻ അടുത്ത റൗണ്ടിൽ അടുത്ത ചോദ്യത്തിൽ അത് ഉൾപ്പെടുത്താം ഒരിക്കൽ കൂടി. ഞാൻ അടുത്ത റൗണ്ടിൽ അതിൽ വരാം. ഇപ്പോൾ BJPയുടെ നിലപാട് കൂടി നമ്മുടെ ജയേന്ദ്രൻ മാസ്റ്റർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജയേന്ദ്രൻ മാസ്റ്റർ, ഈ ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ മദ്യം നിർമ്മിക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ മദ്യം നിർമ്മിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ് ഓരോ വർഷവും വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ 1 ലിറ്ററിന് 10 രൂപ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ 1 ലിറ്ററിന് 10 രൂപയാണ് കൊടുക്കാനുള്ളത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ട്രാവൻകൂർ ഷുഗേഴ്സ് അടക്കമുള്ള മദ്യ നിർമ്മാണശാലകൾ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഒരു തുള്ളി പോലും ഇവിടെയില്ല. അത് കൊണ്ടുവരികയാണ്, ലോറികൾ വഴി കൊണ്ടുവരികയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ ഇവിടെ തന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുക, ഇപ്പോൾ നടക്കുന്ന മദ്യനിർമ്മാണത്തിന് അത് ഉപയോഗിക്കുക എന്ന പദ്ധതി അനുസരിച്ചാണ്. അതനുസരിച്ച് കേരളത്തിന് GST വരുമാനം കൂടും, ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒഴിവായി കിട്ടും, ഗവൺമെന്റിന് സാമ്പത്തികമായ നേട്ടമുണ്ടാവും എന്നുള്ളതാണ് അതിലെ തത്വം. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത, അതായത് കർണാടകയിലും നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും നിങ്ങൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിലും ഒന്നും ഇല്ലാത്ത പ്രശ്നം കേരളത്തിൽ മാത്രമായിട്ട് ഉണ്ടാവുമോ? അതോ കേരളം മാത്രമാണോ ഇത്തരം നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത്? അഭിലാഷേ, പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും മറ്റൊരു സംസ്ഥാനത്തെ അതേപടി പകർത്താനാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ ഭരിക്കുന്നത് എന്ന വിശ്വാസം അഭിലാഷിനോ എനിക്കോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം നമ്മൾ അഭിലാഷെ ചർച്ച ചെയ്യേണ്ടത് അതിന് സവിശേഷമായ നമ്മൾ നിൽക്കുന്ന ഒരു സോണിൽ വെച്ചല്ല. ഇപ്പോൾ അഭിലാഷും TP ജയചന്ദ്രനും പ്രകാശ് മാഷും ഒരുപക്ഷെ ജിൻഡോ ജോണും വർഗീസ് ജോർജും ഒക്കെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും നമ്മൾ അതിന് ലഭ്യതയുടെ കാര്യത്തിലും താരതമ്യേന സേഫ് സോണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഈ സേഫ് സോണിൽ സംസാരിക്കുമ്പോൾ പാലക്കാടിൻ്റെ സവിശേഷമായൊരു സാഹചര്യവും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലെ തന്നെ മനോഹരമായ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി വന്നത്. ഞാൻ ഇവിടെ അഭിലാഷോട് പറയുന്നത് പുസ്തകമാണ്, പഠനം നടത്തേണ്ട പുസ്തകമാണ്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം അത് കുറഞ്ഞിട്ട് അതേ അനുഭവമുള്ള എലപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഭൂഗർഭജലം 700 അടിയിലധികം താഴെ പോയതിനെ പുനഃക്രമീകരിക്കാൻ, അത് വീണ്ടും റീചാർജ് ചെയ്യാൻ ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളറിയാതെ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യപ്പെടുന്നു. പ്രകാശം മാഷ് പറഞ്ഞ കണക്കുകൾ ശരിയാകാം. പ്രകാശം മാഷെ, കണക്കുകൾ അവിടെ ഉണ്ടാകും. പക്ഷെ ചോദ്യം ഈ കണക്കിനനുസരിച്ച വെള്ളം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഇനി അഭിലാഷ് തുടക്കം മുതൽ ചോദിച്ച് എല്ലാവരും മറിച്ചു ഒരുപക്ഷെ സ്കിപ്പ് ചെയ്തൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് മദ്യം എന്ന് പറയുമ്പോൾ തൊടുന്നവൻ കീശ വീർപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ നമ്മുടെ അനുഭവമുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കവിതയുടെ വരവും ഈ കമ്പനിയുടെ വിശ്വാസ്യതയും അവരുടെ ചരിത്രവും നമ്മൾ പഠന വിധേയമാക്കേണ്ടത്.
നോക്കൂ, ഈ കമ്പനി ഇത് മാത്രമല്ല, നോക്കൂ 2024 കേരളത്തിലെ ഹോട്ടൽ അസോസിയേഷൻ്റെ ഫെഡറേഷൻ അവരൊരു കണക്ക് പുറത്തുവിട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അവരുടെ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി 801 അംഗങ്ങളിൽ നിന്നും 2.5 ലക്ഷം വീതം രൂപ പിരിച്ച് 20 കോടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് മന്ത്രിയോ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടുവെന്നും അതൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തു. മറ്റൊന്ന്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ KM മാണിക്ക് ബിജു രമേശ് 1 കോടി രൂപ കൊടുത്തതും നമ്മൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ അതിന് തെളിവുകൾ എത്രമാത്രമുണ്ട് വെച്ചിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ അതേ രംഗത്ത് കേരളത്തിലെ കുടിവെള്ളത്തിനും അരിയും പച്ചക്കറിയും മാംസവും എന്തിന് നമ്മുടെ ഇലക്ട്രൽ പേപ്പർ അടിക്കാനുള്ള പേപ്പർ ഇല്ലാത്തടത്ത് അത് കിട്ടാനല്ല നമ്മൾ ഇന്ന് മത്സരിക്കുന്നതും ശ്രമിക്കുന്നതും. ഞാൻ ചോദിക്കുന്നത്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രാമുഖ്യം അഭിലാഷ് ചോദിച്ചാൽ ശരിയാണ്. കേരളത്തിലെ പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകേണ്ടത് തടയേണ്ടതല്ലേ? ആണ്. എല്ലാ രംഗത്തും തടയേണ്ടതല്ലേ? നേരത്തെ RJDയുടെ ജോർജ് ചോദിച്ച മാതിരിയിൽ പ്രാധാന്യം ഇടതുപക്ഷം കൊടുക്കേണ്ട പോളിസി എന്താണ്? പ്രൈമറി ഇമ്പോർട്ടൻസ് ആണോ സെക്കൻഡറി മാറ്റേഴ്സിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? എവിടെയാണ് നമ്മൾ ആദ്യം സ്വയം പര്യാപ്തത കൊടുക്കേണ്ടത്? ഒന്നും കൂടി ഉണ്ട് അഭിലാഷേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? മദ്യം ഉപഭോഗത്തിൻ്റെ ഫലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, അറപ്പും വെറുപ്പും ഭീതിയും പടർത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചുമാണ്. അതാണ് ഞാനിവിടെ ചോദിക്കുന്നത്. കവിതയുടെ വരവ്, പഞ്ചാബിൽ ഈ കമ്പനി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തെറ്റിച്ചത്, അവർ നടപടി നേരിട്ടത്, ഡൽഹിയുമായി ബന്ധപ്പെട്ട അവരുടെ വീട്, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചയ്ക്കപ്പെട്ട അത് സംരക്ഷിക്കാൻ കേരളത്തിലെ വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സംശയം ചോദിച്ചത്. കവിത എന്ന വ്യക്തി, കെ കവിത എന്ന രാഷ്ട്രീയ നേതാവ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ അവർ സൗത്ത് എന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടി, ഗ്രൂപ്പ് ഓഫ് സൗത്ത് എന്ന പേരിൽ, സൗത്ത് ഗ്രൂപ്പിന്റെ കവിത, പിന്നെ ശരത് ചന്ദ്ര റെഡ്ഡി, ശ്രീനിവാസ റെഡ്ഡി, ഈ 3 പേരുടെ അവർ 3 പേര് കൂടി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ 3 പേര് കൂടി 100 കോടി രൂപ സോഴ്സ് ചെയ്ത് അത് കെജ്രിവാളിന് കൊടുത്തു. അതിന് 45 കോടി ഗോവയിൽ ചെലവഴിച്ചു എന്നൊക്കെയുള്ളതാണ് EDയുടെ കേസ്. ആ കേസിന്റെ വസ്തുതകൾ എന്തായാലും അതാണ് കേസ്. അതിൽ തന്നെ ബാക്കി ഇപ്പോൾ ഈ ശരത് ചന്ദ്ര റെഡ്ഡി അദ്ദേഹം മാപ്പുസാക്ഷിയായി മാറി. അദ്ദേഹത്തിന്റെ കമ്പനി അരവിന്ദോ ഫാർമ 35 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. തൊട്ടടുത്ത ആഴ്ച അദ്ദേഹം മാപ്പുസാക്ഷിയായി. അതുപോലെ തന്നെ ശ്രീനിവാസ റെഡ്ഡി അദ്ദേഹം YSR കോൺഗ്രസ് നിന്ന് TDPയിൽ ചേർന്നു. ഇപ്പോൾ TDPയുടെ MP ആണ്. അദ്ദേഹവും മാപ്പുസാക്ഷിയായി മാറി. കവിത അവിടെ ക്രൂശിക്കപ്പെട്ടു. കവിത മാത്രം, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ആൾക്കാരായി മാറി. വാട്ടവർ, എന്റെ പോയിന്റ് ഇതല്ല. ഇപ്പോ നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഈ സൗത്ത് ഗ്രൂപ്പിൽ മെമ്പർമാരായിട്ടുള്ള ആ കമ്പനികളല്ല, മറിച്ച് മൽഹോത്ര ഗ്രൂപ്പിന്റെ ഒയാസിസ് ആണ്. അതിന്റെ ഗൗതം മൽഹോത്രയും നടപടി നേരിട്ടിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ ഇവരൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. ഈ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഡൽഹി ഗവൺമെന്റിനെ കോഴ കൊടുത്ത് സ്വാധീനിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കവിത വേറെ, മൽഹോത്ര വേറെ. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിക്കെട്ടാൻ ഇവർ റൈവൽസ് ആണ് ഒരർത്ഥത്തിൽ. കാരണം ഇവർ ഓരോ വിവിധ ഇടങ്ങളിലെ മദ്യത്തിന്റെ അവകാശം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളത്. കവിതയും മൽഹോത്രയും തമ്മിൽ എന്താണ് ബന്ധം? കവിതയും മൽഹോത്രയും അറസ്റ്റിലായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ, അപ്പോൾ കവിതയും ഈ പറഞ്ഞ ഒയാസും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം കോൺഗ്രസിന്റെ കയ്യിലോ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കയ്യിലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ കവിതയും ഇതുമൊക്കെ തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഞാൻ വരാം. ശ്രീ വർഗീസ് ജോർജ്, ഇവിടെ ഇപ്പോൾ എന്താണ് RJDയുടെ പൊസിഷൻ? ഇത് പറ്റില്ല എന്നുള്ളതാണോ? അതായത് കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ജലദൗർലഭ്യം അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. മദ്യമാണ്. അപ്പോൾ ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് LDF സർക്കാരിന്റെ കാലത്ത് ഇവിടെ തുടങ്ങണ്ട, ഇതാണോ പൊസിഷൻ? RJDയുടെ ഒഫീഷ്യൽ പൊസിഷൻ ഞങ്ങൾ 2-ാം തീയതി രൂപീകരിക്കും. പക്ഷേ ഒരു RJDയിലെ ഒരു അംഗം എന്നുള്ള നിലയിലും അതിന് സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് തോന്നുന്നത്, അഭിലാഷേ, ഇപ്പോൾ എനഫ് ഈസ് എനഫ്, ഇത് വളരെ കൂടുതലാണ്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം ഒരു അരാജകത്വത്തിലേക്ക് പലപ്പോഴും നീങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മദ്യത്തിൻ്റെ ഉപയോഗമാണ്. അത് മദ്യം നമ്മൾ എക്സൈസ് പോളിസി അല്ലെങ്കിൽ അബ്കാരി പോളിസി നമ്മൾ രൂപീകരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം? എന്താണ് പെർപ്പസ് ഓഫ് ദി അബ്കാരി പോളിസി? എന്താണ്? സമൂഹത്തിൽ ധാരാളം ദോഷശീലങ്ങളുണ്ട്. ആ ദോഷശീലങ്ങൾക്ക് റീസണബിളായ റെസ്ട്രിക്ഷൻ നടപ്പാക്കേണ്ടത് റെസ്പോൺസിബിളായ ഒരു ഗവൺമെൻറ് ചുമതലയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ കൂടുതൽ മദ്യലഹരിയിലേക്ക് വരുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തമല്ല നമുക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നടക്കുന്ന എന്താണ്? ഇപ്പോൾ ഏതാണ്ട് 780ഓളം വൈൻ, ബിയർ, ബാർ ഹോട്ടലുകളുണ്ട്. നമ്മുടെ ബെപ്കോയുടെ ഏതാണ്ട് 780 ഔട്ട്ലെറ്റുകളുണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ 45 ഔട്ട്ലെറ്റുകളുണ്ട്. എല്ലായിടത്തും മദ്യം വളരെ അനായാസം ലഭ്യമാണ്. അതുകൊണ്ട് കേരള സമൂഹത്തിൽ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ
ഈ മദ്യവിതരണവും മദ്യ ഉൽപ്പാദനവും റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം. അതിന് പകരം നമ്മൾ ഫ്രീ ഫോർ ഓൾ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സമീപനം പാടില്ല. ഇവിടെ റിയൽ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ. ഈ കമ്പനികൾക്ക് താല്പര്യം ഒരു കാർ നിർമ്മാണ അതായത് കേരളത്തിൽ വരേണ്ട ഇൻവെസ്റ്റ്മെന്റ് മദ്യ ഉൽപാദന കമ്പനിയുടെ, മദ്യ നിർമ്മാണ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി മദ്യ ഉൽപാദന കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇവിടെ വരേണ്ടത് എന്നുള്ളതാണ് നിലപാട്. ഈ നിലപാട് മുന്നണി യോഗത്തിൽ പറയുമോ? അതെ, മുന്നണി യോഗത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടാം തീയതി പാർട്ടി കമ്മിറ്റി കൂടി ഞങ്ങളുടെ അഭിപ്രായം വിവരിച്ചതിന് ശേഷം ആ അഭിപ്രായം ഞാൻ പറയും. പക്ഷേ മുമ്പേ ചോദിച്ച പോലെ മുന്നണി ഒന്ന് യോഗം ചേരണ്ടേ? കേരള സമൂഹം ചർച്ച ചെയ്യുന്നൊരു വിഷയത്തെക്കുറിച്ച് മുന്നണി ഒരു യോഗം ചേരണ്ടേ? ഞാൻ LDF യോഗത്തിൽ തന്നെ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേഷണൽ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രൊഫസർ അമർത്യാസൻ പറയുന്നുണ്ട് ഇത്ര എഡ്യൂക്കേറ്റഡ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ നാഷണൽ ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഈ കേരളത്തിലാണ്. ആ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടി നമ്മൾ ഇത്തരം മദ്യ ഉൽപ്പാദന കേന്ദ്രങ്ങളാണോ വേണ്ടത്? നമുക്ക് റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? അഗ്രികൾച്ചർ, തോട്ടങ്ങൾ, ഫാക്ടറികൾ, നമുക്ക് കാറ്, എയ്റോപ്ലെയിൻ, ഷിപ്പ് ബിൽഡിംഗ്, ഇങ്ങനെയുള്ള റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ വേണ്ടത്? ഈ മദ്യത്തിന്മേലുള്ള ആശ്രയം ഒന്ന് കുറയ്ക്കണ്ടേ? നമ്മുടെ പുതുതലമുറ കേരളം ഭരിക്കുന്ന ആളുകൾ നയപരമായി നിരോധിക്കണമെന്നല്ല പറയുന്നത്. ശ്രീ വർഗീസ് ജോർജ്, ഇപ്പോ നോക്കൂ, നിങ്ങൾ മുന്നണിയിൽ ഉള്ളപ്പോൾ തന്നെയാണ് 2018 4 ബ്രൂവറികൾ അനുവദിക്കാൻ തീരുമാനിച്ചതും പിന്നീട് അത് പിൻവലിക്കാൻ തീരുമാനിച്ചതും. പിൻവലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു കുഴപ്പം കൊണ്ടല്ല ഈ പിൻവലിച്ചത്, മറിച്ച് ഇപ്പോൾ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സർക്കാർ ഇനി പിന്നീട് ബ്രൂവറികൾക്ക് അനുമതി നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തീരുമാനം അനൗൺസ് ചെയ്തത് 2018. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതെ അതെ, ഞാനതൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. ഞങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഡെമോക്രാറ്റിക്കായ ഒരു ഡിസ്കോഴ്സ് ഇതിന് നടന്നാൽ ഈ അഭിപ്രായങ്ങൾ അവിടെ പറയാൻ പറ്റും. അത് ഗവൺമെൻറ് തന്നെ നല്ലതാണ്. ഇതിപ്പോ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ മുന്നണിയിൽ നിന്ന് തന്നെ താങ്കൾ, എനിക്ക് തോന്നുന്നു സത്യൻ മൊകേരിയുടെ ഇന്നലത്തെ ലേഖനം വായിച്ചിട്ടുണ്ടാകും എന്ന്. മുന്നണിയുടെ തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുക്കണ്ടേ? ഇതിന് സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രാരംഭ അനുമതിയിലേ കൊടുത്തുള്ളൂ. ബ്രൂവറി അനുവദിച്ചിട്ട് പിൻവലിച്ച സർക്കാരാണ്. ബ്രൂവറി അനുവദിച്ച് പിൻവലിച്ചതുപോലെ ഈ ഒയാസിസിന് കൊടുത്തിട്ടുള്ള പ്രാരംഭ അനുമതിയും പുതിയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ റദ്ദാക്കാം, പിൻവലിക്കാം. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ലൈസൻസ് കൊടുത്തിട്ടില്ല ഇതുവരെ എക്സൈസ് വകുപ്പ്. പ്രാരംഭ അനുമതി കൊടുത്തിട്ടേ ഉള്ളൂ. ആ പ്രാരംഭ അനുമതിയിൽ ബാക്കി കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി അല്ല, ഈ കമ്പനിക്ക് കാര്യങ്ങളിൽ അനുമതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കാതിരിക്കാലോ? അതായിരിക്കുമോ ഇതിന്റെ പരിണിത ഫലം? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തീരുമാനമെടുക്കാൻ ആരോഗ്യമുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ട്. അക്കാര്യത്തിൽ അവർ തീരുമാനിക്കും. പക്ഷേ ഇതിലെ ഗൗരവമായ കാര്യം, ഈ ചർച്ച കേട്ടാൽ തോന്നുക ഈ കമ്പനിക്ക്, ഒയാസിസിൻ്റെ കമ്പനിക്ക് അനുമതി കൊടുക്കാതിരുന്നാൽ കേരളത്തിൻ്റെ മദ്യ ഉപഭോഗം കുറയും. ഇല്ലല്ലോ. മദ്യമുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആൽക്കഹോളും ENAയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരും. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരും സംസാരിക്കുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി കേരളത്തിലെ 43 കമ്പനികൾ സ്പിരിറ്റ് എത്തിക്കുന്നുണ്ട്. ഏറ്റവും ഏറെ സ്പിരിറ്റ് എത്തിക്കുന്ന കമ്പനി കർണാടകത്തിലെ ഹർഷ ഷുഗേഴ്സാണ്. അതിന് ചെയർപേഴ്സൺ അവിടുത്തെ കോൺഗ്രസ് നേതാവ്, അവിടുത്തെ മഹിളാ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, മന്ത്രിയായിട്ടുള്ള വനിതാ ശിശുക്ഷേമ മന്ത്രിയായിട്ടുള്ള ലക്ഷ്മി R. ഹെബ്ബൽക്കറാണ്. അവർക്ക് വേണ്ടിയല്ലേ ഈ വാദം? അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു വർഷത്തിൽ 1 കോടി ലിറ്റർ സ്പിരിറ്റ് ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആരാ ഉടമയെന്ന് പറയുന്നത് ചാരുദത്ത എന്ന അമിത് പാൽവെ, മഹാരാഷ്ട്രയിൽ BJP മന്ത്രിയായിട്ടുള്ള പങ്കജ മുണ്ഡയുടെ ഭർത്താവ് അല്ലേ? അപ്പോൾ അവർക്ക് സഹായകമാകുമെന്നല്ലാതെ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം ഇതിൻ്റെ ഭാഗമാണ് നടക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, ഇവിടെ ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഉത്തരവിനകത്തേന് വ്യക്തമായിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ അതിന് പൂർണ്ണവസ്ഥയിൽ 4ാമത്തെ ഘട്ടം പൂർത്തീകരിച്ചാൽ ആകെ ആവശ്യമായിട്ട് വരുന്ന വെള്ളം 0.5 MLD ആണ്. 10 MLD വെള്ളം ഇന്ന് ഈ പറയുന്ന വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കിൻഫ്രക്ക്. അതിൻ്റെ 0.5% യഥാർത്ഥത്തിൽ ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ആകെ വേണ്ടി വരുന്ന വെള്ളം മലമ്പുഴ ഡാമിനകത്തുള്ള വെള്ളത്തിൻ്റെ 1.1% ആണ്. അതുകൊണ്ട് ഇവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാവും എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിന്നെ മലമ്പുഴ ഡാമിലെ വെള്ളം ഇന്ന് പാലക്കാട് ജില്ലയിൽ ആകെ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മലമ്പുഴ ഡാമിലെ വെള്ളം കൊടുക്കുന്നതിൻ്റെ 13.16% മാത്രമേ അവിടെയുള്ള പഞ്ചായത്തുകളിലെ വെള്ളത്തിന് വിതരണത്തിന് വേണ്ടി കൊടുക്കുന്നുള്ളൂ. അത് നടക്കുന്നത് പുതുപ്പരിയാരം, അകത്തേത്തറ, മരുന്ന് റോഡ് അവിടെയാണ്. ഇനിയിപ്പോൾ പുതുശ്ശേരി കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അവർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു സന്ദർഭത്തിലും മലമ്പുഴയിൽ കുറവുണ്ടായിട്ടില്ല. അവിടെ ഈ ജലവിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം നവംബർ മുതൽ ഫെബ്രുവരി 15 വരെ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അപ്പോൾ മലമ്പുഴ ഡാമിനകത്തുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത് ആരംഭിക്കുന്നതെങ്കിലും അതിൻ്റെ ഉത്തരവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഇതിനാവശ്യമായിട്ടുള്ള മൊത്തം ജലം മഴവെള്ള സംഭരണിയായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും നിലക്ക് ജലലഭ്യതയെ ബാധിക്കുന്ന വിഷയമല്ല. സീറോ വേസ്റ്റ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ആ നിലക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. 600 കോടിയുടെ നിക്ഷേപം വരുന്നു എന്നുള്ളതിന് ഈ പദ്ധതിക്ക് അത് ഇവിടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ വന്നോട്ടെ എന്നായിരിക്കും ചിലപ്പോൾ മറ്റുള്ള അഭിപ്രായം. മഹാരാഷ്ട്രയിൽ വരട്ടെ, അതുപോലെ തന്നെ കർണാടകത്തിൽ വരട്ടെ, കേരളത്തിൽ വരണ്ട. 650 പേർക്ക് നേരിട്ടും 2000 ആളുകൾക്ക് പരോക്ഷമായിട്ട് പണി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അപ്പം ഇത് ഇല്ലാതാവുന്നില്ലല്ലോ. ആൽക്കഹോൾ ഉൽപ്പാദനം ഇന്ത്യയിലാകെ നിർത്തി. ഒരു കാരണവശാലും കേരളത്തിൽ വരണ്ട എന്ന വ്യവസായ മുടക്കുകളുടെ താല്പര്യമാണ് ഇതിന് പിന്നിലെന്നാണ് CPM ആരോപിക്കുന്നത്. ഓക്കെ, ആവട്ടെ, ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജിൻഡോ ജോൺ, കേരളത്തിൽ മദ്യ ഉൽപാദനം, മദ്യത്തിന്റെ ബോട്ടിലിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ മുഖ്യ അസംസ്കൃത വസ്തുവായ ആൽക്കഹോൾ, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, സ്പിരിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുന്നത് മുഖ്യമായും കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും കമ്പനികളിൽ നിന്നാണ്. ഇവിടെ CPM ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്ന മുഖ്യ കമ്പനി ഹർഷ സുഗേഴ്സ് എന്ന കോൺഗ്രസ് നേതാക്കൾക്ക്, കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മുഖ്യ ഓഹരി ഉടമസ്ഥതയുള്ള കമ്പനിയാണ് എന്നുള്ളതാണ്. ഇവിടെ ഉയരുന്ന ആരോപണം കേരളത്തിൽ ഒരു ENA ഉണ്ടാക്കുന്ന ഫാക്ടറി വരുന്നത് തടയുന്നത് കർണാടക ലോബിയാണ്. കർണാടക, അതായത് കോൺഗ്രസിന് സൗത്ത് ഇന്ത്യയിൽ ഭരണമുള്ള ഏക സ്റ്റേറ്റ് കർണാടകയാണ്. അപ്പോൾ ആ കർണാടകയിൽ നിന്നുള്ള ഫണ്ട് റിസോഴ്സ് മുടങ്ങാതിരിക്കാനാണ് കോൺഗ്രസ്സുകാർ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എക്സൈസ് മന്ത്രിയുടെയും CPM-ന്റെയും വാദം. പെട്ടെന്നൊരു മറുപടി, ചർച്ച അവസാനിപ്പിക്കാം. അല്ല അഭിലാഷേ, കർണാടകയിലെ ഈ പറഞ്ഞ ഡിസ്റ്റിലറികളിൽ നിന്നൊന്നും നിങ്ങൾ എത്തനോൾ എടുക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ? കോൺഗ്രസിന് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ബാറുകളൊക്കെ അടച്ചുപൂട്ടിയപ്പോൾ കർണാടകയിലെ ഇത്തരത്തിൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ അടച്ചുപൂട്ടിയത്? അല്ലല്ലോ. ഞങ്ങൾക്ക് അതിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കില്ല. നിങ്ങൾ കർണാടകയിൽ നിന്ന് മദ്യത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ എടുക്കേണ്ട, പ്രശ്നം അവിടെ തീർന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, മലബാർ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞൊരു സ്ഥാപനം സർക്കാർ ഉടമസ്ഥതയിലുണ്ടല്ലോ. അവിടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല? അവിടെ വെള്ളം കൊടുക്കാൻ എന്തുകൊണ്ട് ഈ കിൻഫ്ര വഴിയോ മറ്റേതെങ്കിലും സംവിധാനം വഴിയോ കേരളത്തിലെ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല? അവിടെ ഒരു ലാഭം ഉണ്ടായത് സംസ്ഥാന സർക്കാരിലേക്ക് വരും. സംസ്ഥാന സർക്കാരിലേക്ക് ലാഭം വന്നാൽ എക്സൈസ് മന്ത്രിക്കും പിണറായി വിജയനും കിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാനത്തിന് പൊതുവായിട്ട് ലാഭം ഉണ്ടാകാൻ പാടില്ല, മന്ത്രിക്കും പാർട്ടിക്കും മാത്രമേ ലാഭം ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യമുണ്ട്, ഈ മദ്യനയത്തിൽ ഡൽഹി മദ്യനയമായിട്ട് ഇതിനെ കൂട്ടിക്കഴിക്കാൻ പറ്റുമെന്ന്. അവിടെ ഒരു സുപ്രഭാതത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുന്നു, അതിനുശേഷം ചില ആളുകൾക്ക് പ്രത്യേക ലാഭം വരുന്നു. അതിനെ തുടർന്ന് അന്വേഷിക്കുമ്പോൾ അതിന്റെ ആളുകളൊക്കെ ജയിലിൽ പോകുന്നു, അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം ജയിലിൽ പോകുന്നു. അതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സമാനമല്ല കേരളത്തിലും? ഇവിടെ മദ്യനയത്തിൽ ഒരു സുപ്രഭാതത്തിൽ മാറ്റം വരുന്നു, അപ്പോൾ ഒരു പ്രത്യേക കമ്പനിക്ക് മാത്രം ലൈസൻസ് കിട്ടുന്നു. കേരളത്തിലെ മറ്റൊരു ഡിസ്റ്റിലറിയും അറിയാത്ത, മറ്റൊരു സമാന കമ്പനികളും അറിയാത്ത എന്ത് പ്രത്യേകത, എന്ത് അറിവാണ് ഈ ഒയാസിസ് കമ്പനിക്ക് മാത്രം കിട്ടുന്നത്? അവർ പറയുന്നു ഒയാസിസ് ഒരു മെച്ചപ്പെട്ട കമ്പനിയാണെന്നാ. കുറെ കാലം മുമ്പ് ഇവർ കുറച്ച് ദിവസം മുമ്പല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് കാർബറാൻഡം കമ്പനിക്ക് വൈദ്യുതി, മണിയാർ വൈദ്യുതി കരാർ പുതുക്കി നൽകുമെന്ന്. കാർബറാൻഡം കമ്പനി മെച്ചപ്പെട്ട കമ്പനിയാണ്. തട്ടിപ്പ് നടത്തിയ മാസപ്പടി വാങ്ങുന്ന എക്സാലോജിക്ക് മെച്ചപ്പെട്ട കമ്പനിയാണ്. PP കിറ്റിൽ അഴിമതി നടത്തുന്ന സാൻഫാർമ മെച്ചപ്പെട്ട കമ്പനിയാണ്. ലാവ്ലിൻ മെച്ചപ്പെട്ട കമ്പനിയാണ്. 374 കോടി രൂപയുടെ തട്ടിപ്പെടുന്നല്ലോ. സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടം നടത്തി മെച്ചപ്പെട്ട കമ്പനിയാണ്. പണ്ടൊരുത്തൻ 4000 കോടി രൂപയുടെ ആഴക്കടൽ മത്സ്യബന്ധനമായിട്ട് വന്നു. EMC എന്ന് പറയുന്ന കമ്പനി 10,000 രൂപ പോലും കേരളത്തിൽ ചെലവഴിക്കാൻ ശേഷിയില്ലാത്തവരുടെ EMC മെച്ചപ്പെട്ട കമ്പനിയായിരുന്നു. അതുപോലെ PWC, പ്രസാദിയോ, ഇവർക്ക് മെച്ചപ്പെട്ട കമ്പനികൾ ഒരുപാടുണ്ട്. ലൈഫ് മിഷൻ തട്ടിപ്പെടുത്തിയ യൂണിറ്റ് ആക്ക് അടക്കമുള്ള ഇങ്ങനെ മെച്ചപ്പെട്ട കമ്പനികൾ പിണറായി വിജയൻ കൊടുക്കാൻ പാടില്ല. അഴിമതി കേസ് നേരിട്ട ഉടമസ്ഥൻ സ്വത്ത് മരവിപ്പിക്കൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA ആക്ട് അനുസരിച്ച് സ്വത്ത് മരവിപ്പിച്ച മുതലാളിയുടെ കമ്പനി ഇതിലേക്ക് വന്നു. പെട്ടെന്ന് മറുപടി. ഈ ജിൻഡോ ജോണിന്റെ പാർട്ടിക്ക് മദ്യരാജാക്കന്മാരുടെയും അതുപോലെ വൻകിടക്കാരുടെയും പണം സ്വീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പാരമ്പര്യമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയും. സാമൂഹ്യ പഠനം നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും നടത്താതെ നിങ്ങൾ എങ്ങനെ ഈ കമ്പനിയെ കുറിച്ച് നമസ്കാരം. ഈ വിഷയം ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ബ്രൂവറി അനുമതി ഏത് നിലയിലേക്ക് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.